നമ്മൾ ലിമിറ്റ്സ് ഇൻവോൾവിങ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് പഠിച്ചു വന്നത്. ഞാൻ പറഞ്ഞിരുന്ന 2 കേസിലാണ് വരുന്നത്. നമുക്ക് ലിമിറ്റ് ഇൻഫിനിറ്റി വരുന്ന കേസും അതുമാതിരി തന്നെ എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ലിമിറ്റിലോട്ട് പോകുന്ന കേസുകൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലെ ഇതാണ് ഇനി അടുത്തത് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കുക, നിങ്ങളുടെ ഡെഫിനിഷൻ. ലെറ്റ് എഫ് ബി എ ഫങ്ഷൻ ഡിഫൈൻഡ് ഓൺ എൻ ഇൻ്റർവൽ open interval a to infinity, we say that f of x has a limit L as x approaches to infinity എന്നാണ്. എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂയിലോട്ട് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞു. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കണ്ടീഷൻ, ഇഫ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a real number m such that for all x greater than or equal to m, which implies that modulus of f of x minus l which is less than m എന്ന് പറഞ്ഞു അല്ലേ. അതായത് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുകയാണ് എന്ന് പറഞ്ഞത് നമ്മളൊരു വലിയ നമ്പർ എം എന്ന് പറയുന്നത് ചൂസ് ചെയ്യാം. നമുക്കറിയുന്ന ഏറ്റവും ലാർജസ്റ്റ് നമ്പർ, ഇപ്പോൾ ഒരു 1 lakhോ അല്ലെങ്കിൽ 1 crore ഒക്കെ ഉള്ള ഒരു നമ്പർ എടുത്തിട്ട് അതിന് ശേഷമുള്ള എക്സ് വാല്യൂസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫോർ ദ ലാർജ് വാല്യൂസ് ഓഫ് എക്സ് ദ കണ്ടീഷൻ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത കണ്ടീഷൻ ഉണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇൻ്റർവെൽ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ റിയൽ ആക്സിസ് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള പോർഷൻ എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞത് എ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ എക്സ് സംഭവിക്കുമ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാണ്, ഇവിടെയാണ് ഞാൻ ലാർജ് വാല്യൂ എം ഇടുമെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് ഇൻഫിനിറ്റിയിലോട്ട് അടുത്തേക്കുള്ള എക്സ് വാല്യൂസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് പറയുകയാണെന്ന് വിചാരിച്ചു. അതായത് ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു നമ്പർ എൻ എന്ന് ചോദിക്കും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എന്താ പറയുക എക്സുകളുടെ വാല്യൂസിൻ്റെ കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇനി നമ്മൾ അടുത്ത കാര്യം പറഞ്ഞത്. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ വിച്ച് ഇസ് ഡിഫൈൻഡ് ഇൻ എൻ ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു എ, വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹാസ് എ ലിമിറ്റ് എൽ ആസ് എക്സ് അപ്രോച്ചസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു. എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തായത് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ കറസ്പോണ്ടിങ് ടു എവറി എപ്സിലോൺ ഗ്രേറ്റർ than 0 there exists a real number n less than 0 such that x less than n, which implies that mod f of x minus l which is less than epsilon. അതായത് നമ്മുടെ റിയൽ ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിരുന്നു മൈനസ് ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വാല്യൂസ് അതിനെയാണ് എക്സ് ലെസ് ദാൻ എൻ എന്ന് ചൂസ് ചെയ്തിട്ട് നമ്മൾ പറയും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വാല്യൂസ് എന്നെയാണ് നമ്മൾ എക്സ് ലെസ് ദാൻ എൻ എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യും. അപ്പോൾ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാണ്? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മുടെ അടുത്ത ഡെഫിനിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 ഡെഫിനിഷനും കൂടി നമ്മുടെ ഡിക്ഷണറിയിലോട്ട് എക്സെട്ര കയറി വന്നു. അപ്പോൾ അതും ആ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കാം. നമ്മൾ കുറച്ച് എക്സാമ്പിളിലോട്ട് പോവാം. നമ്മൾ പറയുകയാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലേ. ഞാൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതാണിപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സമയത്ത് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാണ്. അപ്പോൾ അതേമാതിരിയാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ. എന്തോ ആ കെക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പർ എക്സ് എന്നാണ്. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ നമുക്ക് നോക്കാം, ഈ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? മോഡ് കെ മൈനസ് കെ വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മളൊരു പ്രൂഫ് കാണിക്കാൻ പോവുകയാണ്. അത് ഞാൻ പറഞ്ഞതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ നമ്മളൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നു. നമ്മൾ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് കെ ചെയ്തപ്പോൾ നമുക്ക് ഈക്വൽ ടു 0 ആണ് കിട്ടിയത്. സോ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. കാരണം എന്താ, ഇത് 0 എന്ന് കിട്ടി. എപ്സിലോൺ എന്ന് പറയുന്നത് 0നേക്കാളും ചെറിയൊരു കുറച്ചുകൂടി മുകളിലുള്ള ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്ന് പറഞ്ഞാൽ ലെറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ പറ്റൂല്ലേ. അപ്പോൾ ഫോർ എനി 2 റിയൽ നമ്പർ എം ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എൻ ലെസ് ദാൻ 0, ഒരു നമ്പർ നമ്മൾ എം ഗ്രേറ്റർ ദാൻ 0യും അടുത്ത നമ്പർ നമ്മൾ എൻ ലെസ് ദാൻ 0യും എടുക്കുകയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ എം ആവുന്ന സമയത്ത് നമുക്ക് ഇതേ കണ്ടീഷനാണ്. എക്സ് ലെസ് ദാൻ ദീസ് കണ്ടീഷൻ ആകുമ്പോഴും നമുക്ക് ദീസ് കണ്ടീഷനാണ്.
സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എന്നും അതേമാതിരി തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എന്നും നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഞാൻ എക്സും വൈ ആക്സിസ് എടുത്തു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2 എന്നാണ് എടുത്തത്. ഇപ്പോൾ ഇവിടുന്ന് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ വരുന്ന സമയത്ത് നമുക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെയാണ് 2 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈനാണ് ഗ്രാഫ് വരുന്നത് അല്ലേ. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതാണ് ഒരു എൻ. അപ്പോൾ എക്സ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെയാണ്, ഇതാണ് എക്സ് ആക്സിസ്. എൻ ഈ മൈനസ് ഇൻഫിനിറ്റി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നമ്പേഴ്സ് ആവുന്ന സമയത്തും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് തന്നെയാണ് വരിക, 2 ആണ് വരിക. ഇൻ പെർട്ടിക്കുലർ നമ്മളിത് ഇവിടെ കെ ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ വാല്യൂ എന്താ വരിക, കെ അല്ലേ. ഇനി ഇവിടെ എം ഗ്രേറ്റർ ദാൻ 0, എം ഇവിടുന്ന് അങ്ങോട്ട് പോവുക ഇൻഫിനിറ്റി വരെ പോകുമ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് തന്നെയാണ് വരുന്നത്, കെ തന്നെയാണ് വരുന്നത്. സോ അതാണ് നമ്മൾ ആ 2 കേസിലും നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഫംഗ്ഷൻ എടുക്കുകയാണ്, ഏതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിഫൈൻഡ് ആണ്, റാഷണൽ ഫംഗ്ഷൻ്റെ ഫോമിൽ അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ 0 വരുന്ന പോർഷനിൽ നമുക്കിത് എന്തല്ല തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല. ഡിനോമിനേറ്റർ 0 ആവുന്ന ഏത് കണ്ടീഷനാണ് അവിടെ നമുക്കുള്ളത്, എക്സ് ഇസ് ഈക്വൽ ടു 0 പറയുന്ന കണ്ടീഷൻ അല്ലേ. അപ്പോൾ ദ ഡൊമൈൻ ഓഫ് എഫ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള പോർഷൻ മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 0 എന്ന് പറഞ്ഞു. ഇതിനാണ് സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് 0 എന്ന് പറയുന്നത് കണ്ടു ചെയ്യുകയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് 1/x മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, മോഡ് 1/x എന്ന് കിട്ടി. ഇനി നമ്മൾ ചൂസ് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെയർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ എം സച്ച് ദാറ്റ് എം നമ്മളിങ്ങനെ ചൂസ് ചെയ്യുകയാണ് 1/ε എന്ന് കേസ് ചെയ്യുക, അല്ലെങ്കിൽ എം എന്ന് പറയുന്നത് 1/ε വലിയൊരു നമ്പറായിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ എം ആവുന്ന സമയത്ത് നമുക്ക് മോഡ് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ എം ആയിരിക്കും അല്ലേ. അതായത് മോഡ് എക്സ്, അതായത് എക്സിന് പറഞ്ഞ് ഞാൻ മോഡ് എക്സ് എന്ന് റീപ്ലേസ് ചെയ്താണ്, അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇപ്പോൾ ഈ ഇനീക്വാളിറ്റീൻ്റെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇവിടെ എന്താ നമ്മുടെ കയ്യിലുള്ള മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ എം എന്ന് പറഞ്ഞ് ആ ഇനീക്വാളിറ്റീൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 1/mod x വിച്ച് ഇസ് ലെസ് ദാൻ 1/m നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അതെന്താണ്ടായത്, നമ്മൾ ഇനീക്വാളിറ്റീൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇവിടെ ഇനീക്വാളിറ്റി എന്ന് പറയുന്നതും റിവേഴ്സ് ചെയ്യും, ഇങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ 1/m ലെസ് ദാൻ എങ്ങനെ എപ്സിലോൺ എന്ന് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എം എസ് ഈക്വൽ ടു എന്താ എടുത്തിരിക്കുന്നത്, എം എസ് ഈക്വൽ ടു 1/ε. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റുക, വിച്ച് സിംപ്ലൈസ് ദാറ്റ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1/m എന്ന് എഴുതാം. അതിനെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സെയിം കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 1/m വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്നത്. അപ്പോൾ മോഡ് 1/x എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി അല്ലേ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് 0 ഈസ് ഈക്വൽ ടു മോഡ് 1/x വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടി, ഇപ്പോൾ നോക്കിക്കേ, ഇത് ഏത് ഫോമിലാണ്, മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ഇവിടെ എല്ലിന് പകരം എന്തായിരുന്നു, 0 ആയിരുന്നു. എപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ എം ആവുന്ന സമയത്ത്. എക്സ് ഗ്രേറ്റർ ദാൻ എം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇവിടെ ഉപയോഗിക്കേണ്ടത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന്. എക്സ് ലെസ് ദാൻ എൻ ആയിരുന്നുവെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്, എക്സ്റ്റെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, എൻ എന്ന് പറയുന്നത് മൈനസ്, ഇത് ജസ്റ്റ് വായിച്ച് നോക്കാനേ ഉള്ളൂ, നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. എൻ എസ് ഈക്വൽ ടു എന്താ പറയുക, -1/ε എന്ന് എടുത്തും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, എൻ ലെസ് ദാൻ -1/ε എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ലെസ് ദാൻ എൻ ആവുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, എക്സ് ലെസ് ദാൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -ε. സോ എക്സ് ലെസ് ദാൻ -1/ε എന്ന് പറയാൻ പറ്റും. അതിൽ നിന്ന് ഞാൻ -1 കൊണ്ട് ബോത്ത് സൈഡ്സിലും നമ്മൾ മൾട്ടിപ്ലൈ, അതായത് എക്സ് ലെസ് ദാൻ നമുക്കിങ്ങനെ കയ്യിലുള്ളത് എക്സ് ലെസ് ദാൻ -1/ε, ഇതിനെ ഞാൻ ബോത്ത് സൈഡ്സിൽ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ വരും -x വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1/ε എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി -xന് പകരം ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, -x വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1/ε. -xന് നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാണ്, മോഡ് എപ്സിലോൺ എന്ന് വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും, -1/mod x, നമുക്ക് ഇങ്ങനെ വരും മോഡ് എക്സ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/ε എന്ന് വരും. ഇനി നമ്മൾ ഈ ഇനീക്വാളിറ്റീൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക, 1/mod x വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. അപ്പോൾ അത് നമുക്ക് 1/മോഡുലസ് ഓഫ് 1/x എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ. ഇത് ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു, മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് 1/x വിച്ച് ഈസ് ലെസ് ദാൻ 0 എന്നായിട്ട് അല്ലേ. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള ഫോമിൽ കിട്ടി. എല്ലാം എന്തായിരുന്നു, 0. നമ്മൾ എന്താ പറയുക, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -ഇൻഫിനിറ്റി 1/x ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്.
ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. ഇതൊരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ്, നിങ്ങളത് വായിച്ച് പഠിച്ചു വയ്ക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് റിമാർക്ക് ആവശ്യമുള്ള റിമാർക്കല്ല. ഇനി ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ് എന്ന് പറയുന്നതാണ്. നമുക്ക് തന്നിട്ടുണ്ട് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി പൈ മൈനസ് 2/x² എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കാം നമുക്ക്. ബൈ യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ് അല്ലേ, എന്താ ചെയ്യുക, ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നമ്മൾ. അതിന് ശേഷം ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റി പൈ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ കോൺസ്റ്റൻസിൻ്റെ നമ്മൾ എന്താ പറയാറ്, അതായത് നമുക്കറിയുന്ന ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി k = k തന്നെയാണ്. അപ്പോൾ നമ്മൾ പൈ തന്നെ വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ 2 കോൺസ്റ്റൻ്റ് ആണ്, 2നെ പുറത്തേക്ക് എടുത്തു. പിന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x² എന്ന് എഴുതി അല്ലേ. ഇനി ഞാനതിനെ 1/x² നമുക്ക് 1/x² എന്ന് പറയുന്നതിന് എനിക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും, = 1/x × 1/x എന്നാക്കി മാറ്റും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പൈ മൈനസ് 2 ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x × 1/x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ പൈ മൈനസ് 2 ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊരു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x × ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയും. നമുക്കറിയുന്ന ഏതാണ് 1/∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 0 നമ്മൾ എടുക്കാറ്, അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x = 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്തൊരു പൈ മൈനസ് 2 × 0 × 0 എന്ന് പറയും അല്ലേ, എന്തോരും പൈ മൈനസ് 0 നമുക്ക് എന്ത് കിട്ടും, പൈ എന്ന് കിട്ടും. ഓക്കെ, എത്രയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സ് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ലിമിറ്റ് കണ്ടുപിടിക്കാനും കൂടി നമ്മൾ പഠിക്കണം. അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി x + sin x / 2x + 7 - 5 sin x എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യാണ്, ന്യൂമറേറ്ററിനെയും ഡിവൈഡഡ് ബൈ ഒരു എക്സ് ചെയ്യുക, ഡിനോമിനേറ്ററിനെയും നമ്മൾ ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ x/x എന്ന് പറഞ്ഞാൽ 1 പ്ലസ് പിന്നെ അടുത്തത് sin x/x എന്ന് വരും. പിന്നെ ഇവിടെ 2x / x ചെയ്യുമ്പോൾ 2, 7/x പിന്നെ -5 × sin x/x അല്ലേ. എന്താ ചെയ്ത് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലിമിറ്റ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിനെ സെപ്പറേറ്റ്ലി കൊടുക്കുക. അതുമാതിരി തന്നെ അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ദിസ് ടേം വോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി താഴെ കിടക്കുന്ന ടേം എന്ന് എഴുതും. അതാണ് അടുത്ത സ്റ്റെപ്പ് വേണ്ടത്. അതായത് നമ്മൾ മുന്നേ ഒരുപാട് തവണ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്പീഡായിട്ട് പറയുന്നത്. ഇനി നമ്മൾ ലിമിറ്റ് ഓരോന്നും പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ഈ ഒരു തരത്തിൽ വരും. ഇവിടെ നമ്മൾ ഓരോ ടേമിനും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, സോ 1 നമ്മൾ എഴുതി. പിന്നെ ഈ ലിമിറ്റ് നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ പറഞ്ഞു നിർത്തി. അതിന് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 2 എന്ന് എഴുതി. പിന്നെ 7 × ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയുന്നത് 0. അപ്പോൾ 7 × 0 അടുത്ത സ്റ്റെപ്പിൽ 7 × 0 എന്ന് തന്നെ എവിടെ എഴുതാം, -5 × ദിസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇപ്പോൾ ഡയറക്റ്റ്ലി ആയിട്ട് ഒരു ടെൻഡൻസി കാണാറുള്ളതാണ്, ലിമിറ്റ് sin x/x എന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം ചാടി മണ്ടിയിട്ട് 1 എന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്വഭാവം അല്ലേ. അല്ല, നമ്മളവിടെ എന്താ പറഞ്ഞത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x/x = 1. അതാണ് നമ്മുടെ റിസൾട്ട് ഉള്ളത് അല്ലേ. ഞാൻ മറ്റൊരുന്ന റിസൾട്ട് പഠിച്ചേക്കണമെന്ന്. എന്തായാലും നമ്മുടെ റിസൾട്ട് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x/x എന്ന് പറഞ്ഞു. ഇവിടെ എന്തല്ല, 0 അല്ല, ഇൻഫിനിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ഇപ്പോൾ ഇതുവരെ നിർത്തി കേട്ടോ. ഇനി നമുക്ക് അറിയാത്ത ലിമിറ്റ് ഏതാണ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എന്താ പറയുക sin x / x വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കും, പിന്നെ അത് റിസൾട്ടായിട്ടായിട്ട് പഠിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി പറയാൻ പോവുകയാണ്. നമുക്കറിയുന്ന കാര്യമാണ് മോഡ് sin x which is less than or equal to 1. മോഡ് sin x എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, less than or equal to 1 ആണ്. മോഡ് സൈൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ sin x ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ ഇവിടെയാണ് 1 എന്ന് പറയുന്നത്, ഇവിടെ -1. മോഡുലസ് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വാല്യൂസ് ഏതിൻ്റെ ഉള്ളിലൊക്കെ ബിറ്റ്വീൻ നിൽക്കുന്നത്, സൈനിൻ്റെ ഗ്രാഫിൻ്റെ വാല്യൂ ഇവിടെ -1ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാറുണ്ട്, -1 which is less than or equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റുക, sin x which is less than or equal to 1. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മീനിങ് എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് a less than or equal to അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മോഡ് sin x which is less than or equal to 1 എന്നായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു ഇക്വേഷനാണ് എന്താണല്ലേ, മോഡ് sin x which is less than or equal to 1. ത്രൂ ഔട്ടായിട്ട് രണ്ട് സൈഡിലും ഞാനൊരു മോഡ് x കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി ഞാൻ ആ മോഡ് എന്ത് ചെയ്യുകയാണ്, മൊത്തത്തിൽ എഴുതുമ്പോൾ എന്ത് വരും, മോഡ് sin x / x which is less than or equal to മോഡ് ലെസ് ഓഫ് 1/x എന്ന് നമ്മൾ എടുക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ എവിടെയൊക്കെയാണ് പോകേണ്ടത്, എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എന്നാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് കാണുമ്പോൾ നമ്മൾ ഏത് ഡെഫിനേഷൻ, നമ്മൾ ലിമിറ്റ് കാണാൻ വേണ്ടി സാധാരണ എങ്ങനെ പറയാം, 0 ലെസ് ദാൻ മോഡ് x - a വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന്, അല്ല 0 ലെസ് ദാൻ മോഡ് x - x0 വിച്ച് ഇസ് ലെസ് ദാൻ
ഡെൽറ്റ ഇംപ്ലസ് ദെൻ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ലിമിറ്റ് കണ്ടുപിടിക്കാറ്. പക്ഷേ ഇവിടെ അത് നമ്മൾ എക്സ്റ്റെൻഡിങ് ടു എ എന്ന് പറയുമ്പോഴാണ്. പക്ഷേ ഇവിടെ നോക്കിക്കുക എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ട് പഠിച്ച ഡെഫിനിഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. Choose any epsilon greater than 0. Now we choose a number m such that m is equal to 1 by epsilon or m greater than 1 by epsilon. നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻസ് തന്നെയാണ്. എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0. എക്സ് ഗ്രേറ്റർ ദാൻ എം ആണെന്നുണ്ടെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എമ്മിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ആ ഇനീക്വാളിറ്റിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് 1 ബൈ മോഡ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ 1 ബൈ എം വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഇതിലോട്ട് എത്തുന്നത്. അതായത് ഇവിടുന്ന് എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 ബൈ എം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡ് 1 ബൈ എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് മോഡ് സൈൻ എക്സ് ബൈ എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് 1 ബൈ എക്സ് എന്ന് പറയും. ആ 1 ബൈ എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ നമുക്ക് ഈ ഒരു ഇനീക്വാളിറ്റി റീപ്ലേസ് ചെയ്യാം. എന്താണ്? മോഡ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് 1 ബൈ എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതായത് ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റി കിട്ടി. എന്താ കിട്ടി? മോഡ് സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് 1 ബൈ എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മൾ രണ്ട് സൈഡിലും എന്ത് കൊടുക്കുകയാണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ അതുമാതിരി തന്നെ എന്ത് വരും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എന്താണ്? മോഡ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡ് 1 ബൈ എക്സ് എന്ന് വരും. അതായത് 1 ബൈ എക്സ് എന്ന് പറയുമ്പോൾ 1 ബൈ ഇൻഫിനിറ്റി അതെന്തായിട്ട് മാറും? 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഈ ലിമിറ്റ് ഇതേ 0 ആണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്തായേ ഇനി പറ്റുള്ളൂ? ആ ലിമിറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയേ പറ്റുള്ളൂ. ഓക്കെ, ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ സാൻഡ്വിച്ച് തിയറം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിലോട്ട് അപ്രോച്ച് ചെയ്യുന്നത്? 0ലോട്ടാണ് അപ്രോച്ച് ചെയ്യണത്. ഇപ്പോൾ എക്സ് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഈ ഫംഗ്ഷൻ ഇനി എന്തൊക്കെ പോയേ പറ്റുള്ളൂ? ഇൻഫിനിറ്റിയിലോട്ട് അല്ല സോറി 0ലോട്ട് പോയേ പറ്റുള്ളൂ. ദെർഫോർ വി ക്യാൻ ഗെറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 0. എന്താ കിട്ടിയത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് റിസൾട്ടായിട്ട് പഠിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് റിസൾട്ടാണ് ഉള്ളത്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1ഉം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0. പിന്നെ നമ്മൾ ഓൾറെഡി ആ ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെ വരെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു? ഈ പോർഷൻ വരെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ലിമിറ്റിന് പകരം എന്ത് കൊടുക്കുക? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 + 0 ഹോൾ ഡിവൈഡഡ് ബൈ 2 - 5 × 0 എന്ന് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഓക്കെ, അതായിരുന്നു നമ്മുടെ റിസൾട്ട് ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് പറയുന്നത് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന കേസ്. നമുക്ക് ഇൻഫൈനൈറ്റ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എക്സ് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടുന്ന കേസുകളാണ് പറഞ്ഞത്. ഇനി അല്ല, എക്സ് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫിനിറ്റ് ലിമിറ്റ് കിട്ടുന്ന കേസുകളാണ് ഇനി നമ്മൾ എടുത്തത് പറയാൻ പോകുന്നത്. സോ അതിനാണ് ഇവിടെ പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇക്വൽ നമുക്ക് -ഇൻഫിനിറ്റി വരാം, +ഇൻഫിനിറ്റി വരാം. അങ്ങനെയല്ല, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് -ഇൻഫിനിറ്റി വരാം. അതുമാതിരി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -ഇൻഫിനിറ്റി ആവുന്ന കേസിൽ നമുക്ക് +ഇൻഫിനിറ്റി വരാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇക്വൽ ടു നമുക്ക് എന്ത് വരാം ഉള്ള കേസുണ്ട്? -ഇൻഫിനിറ്റി വരാം. പിന്നെ ഈ ഒരു കേസും ഇങ്ങനെ വരുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഉള്ള ഓരോ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഒരു എക്സാമ്പിൾ തന്നിരിക്കുക? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഏതിലോട്ടാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലോട്ടും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -ഇൻഫിനിറ്റി എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു -ഇൻഫിനിറ്റിയിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 2x³ - x² + 1 എന്നാണ്. നമ്മൾ എഫ് ഓഫ് എക്സിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാണ്. നമ്മൾ ത്രൂ ഔട്ടായിട്ട് ഇതിൽ നിന്ന് ഒരു x³ പുറത്തേക്ക് എടുക്കുക. ത്രൂ ഔട്ടായിട്ട് ഒരു x³ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്തുണ്ട്? x³ ഉണ്ട്. സോ നമ്മൾ പുറത്തേക്ക് എടുത്തു, ബാക്കി 2 എന്ന് പറഞ്ഞു. ഇവിടെ x² മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു x³ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇനി ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? അതായത് 1/x ആണ് ഉണ്ടാവുക. ഓക്കെ, അതെങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ x³ ആണ് നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടത്. നമുക്കിവിടെ ഫസ്റ്റത്തെ ടേമിൻ്റെ കൂടെ 2 കിട്ടി. ഇനി അടുത്ത ടേമിൻ്റെ ഇവിടെ ഓൾറെഡി x² ഉണ്ട്. എന്താ കുറവുള്ളത്? നമുക്കിനി അവിടെ ഒരു എക്സിൻ്റെ കൂടി കുറവുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലും താഴെ കൂടി എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഇവിടെ ഓൾറെഡി x² ഉണ്ട്, നമുക്ക് x³ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഞാൻ മുകളിലും താഴെ എന്ത് ചെയ്യാണ്? ഒരു x കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യും.
ഓക്കെ. അപ്പോൾ ഈ മുകളിലത്തെ ഇത് എന്തായിട്ട് മാറും? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് ആയിട്ട് മാറും. പിന്നെ ബാക്കി അവിടെ ഇനി എന്താ ഉള്ളത്? 1/x എന്ന് പറയും. ഈ ടേമിൻ്റെ കൂടെ നമ്മൾ മുകളിലും താഴെ എന്താ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? എക്സ് ക്യൂബ് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സ് ക്യൂബ് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 1/x³ എന്ന് വരും. മനസ്സിലായിട്ടുണ്ടോ? ഒന്നുമില്ല, നമുക്ക് എക്സ് ക്യൂബ് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുകയാണ്? 2x³ മൈനസ് എക്സ് സ്ക്വയർ. ഇതിന് ഞാൻ മുകളിലും താഴെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരില്ല. അതേമാതിരി തന്നെ +1 ഇൻറ്റു x³ ഡിവൈഡഡ് ബൈ x³. ഇപ്പോഴും ഇതിന് ചേഞ്ച് ഒന്നും വരില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഓരോ ഇത് രണ്ടും കൂടി ചെയ്താൽ x³ ആണ്. ഈ x³ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേംസാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോവുകയാണ് എക്സ് ഇസ് വെരി ലാർജ് ആവുന്ന സമയത്ത്. എക്സ് എന്ന് പറഞ്ഞാൽ വെരി ലാർജ് ആവുക പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ, അതായത് 2 - 1/x + 1/x³ എന്ന് പറയുന്നത് 2നോട് അടുക്കും എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് 2നോട് അടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ നോക്കിക്കുക, എക്സ് വലിയ നമ്പേഴ്സ് ആകുമ്പോൾ ഇപ്പോൾ ഇൻഫിനിറ്റിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ 1/∞ എന്ന് പറയുന്ന ഫോമിൽ വരുന്നത് അല്ലേ. അപ്പോൾ അത് 0ലോട്ട് 1/x³ എന്ന് പറയുമ്പോൾ അതിന് 1/x × 1/x × 1/x എന്ന് എഴുതി കഴിഞ്ഞാൽ 1/∞. അപ്പോൾ 0 × 0 × 0. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എന്തിനോടാണ് പോവുക? അതായത് ക്ലോസ് ടു 2. അത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് 0 വരില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 2നോട്ട് അടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളോട് പറയുന്നത്. ഇനി നമ്മൾ പറയുകയാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി f(x) ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ x³ പുറത്തേക്ക് എടുത്ത് എഴുതി. അപ്പോൾ ഇനി നമ്മളിത് ഇൻഫിനിറ്റിയിലോട്ട് ഇത് ഇൻഫിനിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണു. ഇതും എന്തുതന്നെയാണ് പറയുന്നത്? എക്സിന് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി ഇവിടെ ഇൻഫിനിറ്റി³ ഉണ്ട്. ഇൻറ്റു 2 - 1/0 + 1/0 എന്ന് വരും. അപ്പോൾ ഇൻഫിനിറ്റി³ ഇൻറ്റു 2 അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളൂ? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അത് വാല്യൂ മാത്രമേ തന്നെയാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. സോ ദെയർഫോർ വി ക്യാൻ പുട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന്. നമുക്ക് അടുത്ത കാര്യം പറയുകയാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞. സെയിം ഫംഗ്ഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇവിടെ എക്സ് വെരി ലാർജ് ആകുമ്പോൾ ദ അബ്സല്യൂട്ട് വാല്യൂ ആൻഡ് നെഗറ്റീവ്, ദെൻ x³ ഈസ് വെരി ലാർജ്, അബ്സല്യൂട്ട് വാല്യൂ ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2 - 1/x + 1/x³ എന്ന് പറയും ഈസ് ക്ലോസ്ഡ് ടു 2 എന്ന് പറയും. അതായത് ബോത്ത് 1/x ആൻഡ് 1/x³ എന്ന് പറയുന്നത് അപ്രോച്ചിങ് ടു 0ലോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യും. അതായത് എക്സിന് നമ്മൾ -∞ കൊടുക്കുകയാണെങ്കിലും 1/-∞ എന്ന് തന്നെ വരിക. അപ്പോൾ ആ സംഭവങ്ങൾ ഈ രണ്ട് ടേം എന്തിലോട്ട് പോവും? 0ലോട്ട് അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തിലോട്ട് അപ്രോച്ച് ചെയ്യും? 2ലോട്ട് അപ്രോച്ച് ചെയ്യും എന്ന് പറഞ്ഞു. സോ നമുക്കിവിടെ പറയുകയാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ f(x) വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -∞ ദിസ് ടേം വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്ന് എഴുതാം. ഇവിടെ x³ വരുമ്പോൾ നമുക്കിവിടെ എന്താ പറയുക? -∞³ ഇൻറ്റു 2 എന്ന് വരും. സോ അത് എന്തിലോട്ട് അപ്രോച്ച് ചെയ്യും? -2ലോട്ട് അപ്രോച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇവിടെ ചെറിയൊരു ഡൗട്ട് വരാൻ സാധ്യത ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.